ഹായ് ഹലോ. അപ്പൊ നമ്മള് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് റീൽസും യൂട്യൂബിലേക്ക് വേണ്ട വീഡിയോസ് എഡിറ്റ് ചെയ്യാന്നുള്ളതിന്റെ നെക്സ്റ്റ് പാർട്ടാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ക്ലിപ്പ് ചാമ്പ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിപ്പ് ചാമ്പ് മൈക്രോസോഫ്റ്റിന്റെ തന്നെ ഒരു ഫ്രീ ടൂൾ ആണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പൊ ഇതില് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ക്രിയേറ്റ് എ ന്യൂ വീഡിയോ എന്ന് കാണാം അല്ലെ. ക്രിയേറ്റ് എ വീഡിയോ വിത്ത് എ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതില് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലാപ്പുമായിട്ട് കണക്ട് ചെയ്ത മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ക്ലിപ്പ് ചാമ്പ് കിട്ടും. ഓക്കെ, എന്നിട്ട് എടുക്കുക. അപ്പൊ ക്രിയേറ്റ് ന്യൂ വീഡിയോയില് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണ് കേട്ടോ. വലിയ എഡ്യൂസോ അല്ലെങ്കിൽ വലിയ മറ്റു എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമുകളെ പോലെ ഹെവി അല്ല. ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ട്, വോയിസ് ഉണ്ട്, കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇമ്പോർട്ട് മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മൈ മീഡിയയിൽ പോയിട്ട് ഇമ്പോർട്ട് മീഡിയ. ഞാനിപ്പോ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്ത ജസ്റ്റ് വീഡിയോ മറ്റു കാര്യങ്ങളൊന്ന് നോക്കട്ടെ. ഓക്കെ, ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റ്, ഓഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോ ഏത് ടെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടത് അത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടോപ്പിലാണെങ്കിൽ ടോപ്പിൽ പ്ലേസ് ചെയ്യുക, താഴെയാണെങ്കിൽ താഴെ പ്ലേസ് ചെയ്യുക. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് കളേഴ്സ് മാറ്റുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ കളർ ചേഞ്ച് ചെയ്യാം. വൈറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇത് എൻഡ്, സ്റ്റാർട്ട് ടു എൻഡ് വരെ ഇതുപോലെ തന്നെ സെയിം എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഇനി ബട്ടൺസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ബട്ടൺസ് കൊടുക്കാം. അതല്ല വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ബൗൺസിങ് ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ആ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് ടൈപ്പ് ടെക്സ്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് താഴെയാണ് വരേണ്ടത്. ഇതിന്റെ സൈസ് ഒക്കെ ഒന്ന് ഇതുപോലെ സിമ്പിൾ ആയിട്ട് കുറയ്ക്കാം. ഓക്കെ, ഇതിന്റെ ഇവിടെ എന്ത് ചെയ്യാം, പോയിട്ട് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിലേക്ക്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ലൈനിലേക്ക് വരും. സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ അതിന്റെ യെല്ലോ കളറാണ് വരിക. ഈ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. പ്രൈമറി കളർ, സെക്കൻഡറി കളർ. പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈനാണ്. സെക്കൻഡറി ലൈൻ, സെക്കൻഡറി എന്ന് പറയുന്നത് സെക്കൻഡ് ലൈൻ, ടീം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടീമിന്റെ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ആക്കാം, അതുപോലെ ലൈറ്റ് ബ്ലൂ ആക്കാം. കളേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ത്രൂ ഔട്ട് ഇനി നമ്പർ ആഡ് ചെയ്യാം, നമ്പർ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കൺട്രോൾ എസ്, അതുപോലെ തന്നെ ഇവിടെ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വീഡിയോ, ഇവിടെ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിഷൻസ് എടുക്കാം. ഓക്കെ, ഇവിടെ പല ടൈപ്പ് ട്രാൻസിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഈ ഒരു ഗ്യാപ്പിൽ ആ ട്രാൻസിഷൻ വർക്ക് ആവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ പല ടൈപ്പ് ടെക്സ്റ്റ് ഫോണ്ടുകൾ ഉണ്ട്. നമ്മൾ പേരൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെംപ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം. കണ്ടന്റ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. പിന്നെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വീഡിയോന്റെ നെയിം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നെയിം കൊടുക്കാം. ദെൻ എന്ത് ചെയ്യാം, റീനെയിം ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇത് റിയൽ സൈസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വന്നാലേ. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് സൈസിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യാം, നേരെ ഇവിടെ പോവാം അല്ലെ. ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സൈസ് കണ്ടില്ലേ, വൈഡ് സൈസ് ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ഒരുപാട് സൈസുകൾ ഉണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇത് റീൽ ടൈപ്പ് വീഡിയോ ആയതുകൊണ്ട് ഈ ഒരു ഏരിയ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത് ഫുൾ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
ഈ വീഡിയോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടില്ലേ ഫിൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഫിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് കറക്റ്റ് ആയിട്ട് എന്നിട്ട് ഫിറ്റ് ക്ലിക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. യെസ്, ഇപ്പോ കണ്ടില്ലേ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ഫിറ്റ് ആവുന്ന സമയത്ത് ഇത് കറക്റ്റ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് സൈസ് ഡിഫറെന്റ് ആണ്. വീഡിയോ എന്ന് പറയുന്നത് റീൽ സൈസ് ആണ്, പക്ഷെ നമ്മൾ എടുത്തത് നോർമൽ സൈസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ഒരു മൊബൈലിന്റെ ഒക്കെ ഒരു സൈസ് ഇല്ലേ, അതായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ തിരിച്ചത് പഴയ സൈസിലേക്ക് കൊണ്ടുവരാൻ ഫിറ്റിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സൈസ് മാറ്റിയിട്ട് ഇത് വെർട്ടിക്കലിലേക്ക് മാറ്റാം. നമുക്ക് വീണ്ടും പഴയ രീതിക്ക് തന്നെ വരും. എന്നിട്ട് ഈ വീഡിയോ ഒന്ന് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, പഴയ ഓർഡറിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ രീതിയിലും നമുക്ക് ചെയ്യാം. എന്നിട്ട് ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. കുറച്ചുകൂടെ സിമ്പിൾ ആണ് ഇതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളോ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. പിന്നെ വോയിസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പോയി കഴിഞ്ഞാൽ ഡിറ്റാച്ച് ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് വീഡിയോയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് കൂട്ടി കൊടുക്കാം. നോയിസ് ഒക്കെ റിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആസ് എ ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നോക്കുന്നെങ്കിൽ കൂടിയും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണത്. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ബാക്കിയുള്ള പല ടൂളുകളും നിങ്ങൾ പെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നിങ്ങൾ വലിയ പ്രൊഫഷണൽ ആയിട്ടോ പ്രോ ആയിട്ടോ നോക്കണ്ട. ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ടെക്സ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. എക്സ്പോർട്ട് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എക്സ്പോർട്ടിൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ വീഡിയോന്റെ നെയിം ഇവിടെ കൊടുക്കാൻ പറ്റും, എഡിറ്റ് ചെയ്യാം. പിന്നെ ഹൈ ക്വാളിറ്റി എന്നുള്ളത് 1080 ആണ്. പിന്നെ 720 ഉണ്ട്. അപ്പൊ ഏത് സൈസ് വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി മോർ ഓപ്ഷൻസിൽ പോയാൽ വോയിസ് മാത്രം എടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 480 ഉണ്ട്. അപ്പൊ ഏതാ വേണ്ടത് വെച്ചാൽ എടുക്കുക, എക്സ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ,